നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ ദിവസവും വൃത്തിയായി കഴുകിയില്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷനും ഇൻഫെർട്ടിലിറ്റിയും മുതൽ, അതായത് വന്ധ്യതയും മുതൽ ഒരു ക്യാൻസർ വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ ദിവസവും വൃത്തിയായി കഴുകാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുമല്ലോ അല്ലേ? അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുകയും ചെയ്യും. നമുക്കിന്നറിയാം, ഒരു ലൈംഗിക ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഡിസീസ് തടയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കോണ്ടംസ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള, എന്നാൽ പലരും വേണ്ട രീതിയിൽ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത ഒരു കാര്യമാണ് ഈ സെക്ഷൽ ഹൈജീൻ എന്ന് പറയുന്നത്. കോണ്ടംസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ സെക്ഷൽ ഹൈജീനും വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അത് പിന്നീട് ഇൻഫെക്ഷനിലേക്കും വന്ധ്യതയിലേക്കും ഈവൻ ക്യാൻസറിലേക്ക് വരെ വഴിതെളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പുരുഷന്മാരിൽ ഒരു ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഏരിയകളാണ് ലിംഗത്തിൻ്റെ ചർമ്മം, വൃഷണം, ഏനൽ ഏരിയ തുടങ്ങിയ ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങൾ വളരെ വൃത്തിയായിട്ട് മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് ദിവസവും കഴുകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അഗ്രചർമ്മമുള്ള പുരുഷന്മാർ കുളിക്കുന്ന സമയത്ത് ആ ഫോർസ്കിൻ പുറകോട്ട് മാറ്റി വൃത്തിയാക്കേണ്ടതും വളരെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ അവിടെ സ്മെഗ്മ എന്ന് പറയുന്ന ഒരു വൈറ്റിഷ് യെല്ലോയിഷ് സബ്സ്റ്റൻസ് ബിൽഡപ്പ് ചെയ്യാനും അത് പിന്നീട് ഇൻഫെക്ഷനിലോട്ടും ഒരു ഈവൻ പിനൈൽ ക്യാൻസറിലോട്ട് പോലെ വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഈ ക്യാൻസർ എന്ന് ഞാൻ പറഞ്ഞത് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ പിനൈൽ ക്യാൻസർ എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ്. എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലിംഗത്തിൽ എന്തെങ്കിലും മുറിവോ ഇൻഫെക്ഷനോ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊള്ളാവുന്ന ഒരു യൂറോളജിസ്റ്റിനെ കണ്ടിരിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂത്രമൊഴിച്ചതിന് ശേഷം ലിംഗം വൃത്തിയായിട്ട് കഴുകേണ്ട കാര്യം. അല്ലെങ്കിൽ ആ ഒരു മൂത്രത്തിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ഇരിക്കുന്നത് വഴി അവിടെ ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നമ്മളുടെ ശരീരം പോലെ വളരെയധികം വിയർക്കുന്ന ഒരു ഭാഗമാണ് ഈ ജനനേന്ദ്രിയങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രദേശം വളരെയധികം ഡ്രൈ ആയിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളുടെ ഈ പ്രൈവറ്റ് ഏരിയയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആൻറ്റി ഫംഗൽ പൗഡർ ഇന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഉപയോഗിക്കുന്ന ആ ഒരു അണ്ടർ ഗാർമെൻറ്റ്സ്, അത് കോട്ടൻ്റെയും ലൂസ് ഫിറ്റിങ്ങും ഒക്കെ ആയാൽ അതും നമ്മളുടെ ആ ഒരു സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങളും അവരുടെ പ്രൈവറ്റ് ഏരിയ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഡോക്ടർമാരുടെ പരാതി പറയുന്ന പല സ്ത്രീകളും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ലും ഡിസ്ചാർജും ഒക്കെയാണ്. എന്നാൽ ഒരു പുരുഷന്റെ ലിംഗം വൃത്തിയാക്കുന്ന മാതിരി വൃത്തിയാക്കേണ്ട ഒരു അവയവമൊന്നുമല്ല സ്ത്രീയുടെ വജൈന എന്ന് പറയുന്നത്. അത് സ്വയം ക്ലീൻ ചെയ്യാൻ കഴിവുള്ള ഒരു അവയവമാണ് ഈ വജൈന. ഞാൻ എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇതും കൂടെ കേട്ടോ. പല സ്ത്രീകളും ഈ വജൈന എന്ന് തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവരുടെ വൾവയ്ക്കാണ്. ഈ വജൈന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിലാണ്. അത് നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല. ഈ വൾവ എന്ന് പറയുന്നതാണ് വജൈനയ്ക്ക് പുറമേ കാണാൻ പറ്റുന്ന ആ ഒരു സ്ട്രക്ചർ. അതായത് ആ യുറേത്ര, ക്ലിറ്ററിസ് എന്ന് പറയുന്ന ക്രിസരി, വെജിനൽ ലിപ്സ് അല്ലെങ്കിൽ ലേബിയ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വൾവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വജൈനയ്ക്ക് ഉള്ളിൽ ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ പുറം ഭാഗത്ത് മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കി മാത്രം മതി. ഇനി അധികം കഴുകിയാലും പ്രശ്നമാണ്. കാരണം ആ ഒരു വൾവ ഏരിയയിലെ സ്കിന്ന് ഡ്രൈ ആകാനും അവിടെ ഇച്ചിങ്ങും അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മാതിരിയുള്ള സിംറ്റംസും ഒക്കെ കാണിക്കാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ മുമ്പ് പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ അടിയിൽ അഗ്രചർമ്മത്തിൻ്റെ അടിയിൽ കണ്ടുവരുന്ന ആ സ്മെഗ്മ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സ്ത്രീകളുടെ ക്രിസരിയിലും ഈ ഒരു സ്മെഗ്മ ബിൽഡപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ക്രിസരി ഏരിയയും വൃത്തിയായിട്ട് കഴുകേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് സ്മെല്ലിലോട്ട് വരാം. പല സ്ത്രീകൾക്കും അവരുടെ വെജൈനയിൽ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് വ്യത്യാസമായിരിക്കും. അത് അവരുടെ ഭക്ഷണ രീതി, ഹോർമോണിൻ്റെ ലെവല്, മെൻസ്ട്രൽ സൈക്കിൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാസന കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. പല പുരുഷന്മാർക്കും ഒരു സ്ത്രീയുടെ നാച്ചുറൽ സ്മെല്ല് ഇഷ്ടമുള്ളവരാണ്. എന്നാൽ ഒരു നോർമൽ അല്ലാത്ത ഒരു ബ്ലഡ് ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ മെൻസ്ട്രേഷൻ്റെ ഭാഗമല്ലാത്ത ഒരു ബ്ലഡ് ഡിസ്ചാർജ് ഉണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു രൂക്ഷമായിട്ട് വിട്ടുമാറാത്തൊരു ഗന്ധം ഉണ്ടാവുകയാണെങ്കിലോ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടിരിക്കണം. ഈ വജനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പല സ്ത്രീകളിലും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില സ്ത്രീകളിൽ അത് കൂടുതലായിരിക്കും, ചില സ്ത്രീകളിൽ അത് കുറവായിരിക്കും. പഠനങ്ങൾ പ്രകാരം ഒരു സ്ത്രീക്ക് ഡെയിലി 1 മുതൽ 1.5 ടീസ്പൂൺ വരെ വജനൽ ഡിസ്ചാർജ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ വജൈന എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്നും ഈ വജൈനയ്ക്കുള്ളിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന വഴി വജൈനയ്ക്കുള്ളിലുള്ള ആ ഒരു കെമിക്കൽസിൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം സംഭവിക്കാനും പിന്നീട് അതൊരു ഇൻഫെക്ഷനിലേക്കൊക്കെ നയിക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇനി അവസാനമായി വളരെ നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നാൽ പലരും വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് കൈ കഴുകുക എന്ന് പറയുന്നത്. ഇത് ബാത്റൂമിൽ മറ്റും പോയതിനു ശേഷം നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് ലൈംഗിക അവയവങ്ങൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നതിനെപ്പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോക്സ്. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.